എൻ്റെ പേര് മുഹമ്മദ് ഇമ്രാൻ. നമ്മൾ അഴിമതിക്കെതിരെ പോരാടണം. നമ്മൾ ഇപ്പോൾ വോട്ടുണ്ടോ ഇത്തവണ തെരഞ്ഞെടുപ്പ് വോട്ടുണ്ടോ? 15 വയസ്സായില്ല, എനിക്ക് 18 തരില്ല. 18 തികഞ്ഞില്ല. വോട്ട് ചെയ്യണമെന്നുള്ള ആഗ്രഹമുണ്ടോ 18 തികയുമ്പോൾ? 18 തരുമ്പോൾ വോട്ട് ചെയ്യണം ആഗ്രഹമുണ്ട്. പക്ഷേ ഒരു പാർട്ടിക്ക് ഞാൻ വോട്ട് ചെയ്തിട്ടില്ല. അതെന്താണ് കാരണം? ഞാൻ പൊളിറ്റിക്കലി ന്യൂട്രലായിട്ട് ഇരിക്കാനാണ് എനിക്ക് താല്പര്യം. അപ്പം ആരാണ് നിങ്ങളെ ഭരിക്കാൻ പോകുന്നത്? നിങ്ങൾ വോട്ട് ചെയ്യുന്നില്ല, അപ്പം ആര് നിങ്ങളെ ഭരിക്കും? പക്ഷേ എനിക്ക് എൻ്റെ വോട്ട് വെറുതെ യൂസ്ലെസ് ആക്കി വിടാൻ എനിക്ക് താല്പര്യം. അതെങ്ങനെയാണ്? ഞാൻ പറയട്ടെ. എനിക്ക് 18 കഴിയുവാണെങ്കിൽ ഒരു പാർട്ടിക്ക് വോട്ട് ചെയ്തില്ല. ഒരു പാർട്ടിക്ക് വോട്ട് ചെയ്തില്ല, പക്ഷേ സ്വതന്ത്രന്മാരുണ്ടെങ്കിൽ അവർക്ക് വോട്ട് ചെയ്യും. അവരെ നല്ല ഭരണമാണ് ഞാൻ വോട്ട് ചെയ്യും. നല്ല ഭരണമാണ് കാഴ്ചവെക്കുന്ന ഞാൻ വോട്ട് ചെയ്യും. അല്ല, ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി ഇപ്പം മത്സരിക്കുകയാണ്. അപ്പോൾ അയാൾ ഇതുവരെ ഭരിച്ചിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് നമ്മൾ അയാളുടെ ഭരണം കാഴ്ചവെക്കുന്നത്, നമ്മൾ വിലയിരുത്തുന്നത്? ഈ അഴുക്ക വാഗ്ദാനങ്ങളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിന് വാഗ്ദാനങ്ങൾ കൊടുക്കുമ്പോൾ നല്ല വാഗ്ദാനങ്ങൾ ഇപ്പൊ പ്രാബല്യത്തിൽ വരുത്തുകയാണെങ്കിൽ അത് ഞാൻ അയാൾക്ക് തന്നെ വോട്ട് ചെയ്യും. അല്ല, ഇപ്പം തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ അങ്ങനെ അച്ചടിച്ച് വിടും, പക്ഷെ അത് നടപ്പാക്കിയില്ലെങ്കിൽ ഒരു കുഴപ്പമില്ലല്ലോ. അത് നടപ്പാക്കണമല്ലോ. ഇപ്പം നമ്മുടെ സൊസൈറ്റി ഗവർണർ, ഒരു പഴയ ഗവർണർ പറഞ്ഞത് ഇതൊക്കെ ഞങ്ങൾ ജനങ്ങളെ പറ്റിക്കാനായിട്ട് ഇങ്ങനെ അടിച്ചിറക്കി വിടുന്നതാണ്, അതൊന്നും നടപ്പാക്കണം നിർബന്ധമില്ലെന്നല്ലേ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഒരു ദേശം അങ്ങനെ മുന്നോട്ട് പോകും. അപ്പോൾ നിങ്ങൾ വോട്ട് ചെയ്തില്ലെങ്കിൽ എന്താ ഗുണമുള്ളത്? വോട്ട് ചെയ്യാതിരിക്കുന്നതുകൊണ്ട് എന്താ ഗുണമുള്ളത്? വോട്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ വോട്ട് ചെയ്താൽ നമുക്ക് ഉള്ളതിൽ ഭേദം ഒരാളെ നമുക്ക് തിരഞ്ഞെടുക്കാൻ മേലേ. അല്ല, നല്ല ഭരണം ശരി. എന്റെ സ്റ്റാൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ഭരണം കാഴ്ചവെക്കുന്നവർക്ക് ആണ് എന്റെ വോട്ട് കൊടുക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നത്. നല്ല ഭരണം എന്നുകൊണ്ട് നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? നല്ല ഭരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അഴിമതിരഹിതമായ ഭരണം, നല്ല എഡ്യൂക്കേഷണൽ ഫെസിലിറ്റീസ്, പിന്നെ അങ്ങനെ കുറെ ഫാക്ടേഴ്സ്. അപ്പോൾ വിദ്യാഭ്യാസമൊക്കെ സൗജന്യമായിട്ട് കൊടുക്കണം എന്നുള്ളതാണോ, അതോ സൗജന്യമായിട്ട് കൊടുക്കണം, അതോ ഫ്രീ ആയിട്ട്? അല്ല, എല്ലാം പ്രൈവറ്റ് ആക്കണം എന്നുള്ളതാണോ? അല്ല, എല്ലാം സോഷ്യലൈസാണ്. അപ്പോൾ നിങ്ങൾ ഏത് സ്കൂളിലാണ് പഠിച്ചത്? ഞാൻ KTCTയിലാണ് പഠിച്ചത്. അത് പ്രൈവറ്റ് സ്കൂളാണ്. കാരണം അതൊന്ന് സർക്കാർ സ്കൂളിലില്ലായിരുന്നോ? ഞാൻ പഠിച്ചിട്ടുണ്ട്, സർക്കാർ സ്കൂളിലും പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എത്രാം ക്ലാസ് വരെ സർക്കാർ സ്കൂളിൽ പഠിച്ചു? 6 വരെ സർക്കാർ സ്കൂളിൽ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ പ്രൈവറ്റ്, പിന്നെ ട്രാവൽ ചെയ്യാൻ കുറച്ച് ഈസിയർ ആയിട്ടുള്ളതുകൊണ്ട് പ്രൈവറ്റ് സ്കൂളിൽ പഠിച്ചു. അല്ല, ട്രാവൽ ചെയ്യാൻ എത്ര കിലോമീറ്റർ ട്രാവൽ ചെയ്യേണ്ടി വന്നു? പക്ഷേ ഞാൻ ഗവൺമെന്റ് സ്കൂളിൽ പഠിക്കുമ്പോൾ എനിക്ക് ഏതാണ്ട് ആൾമോസ്റ്റ് ഒരു 24 കിലോമീറ്റർ ഒക്കെ യാത്ര ചെയ്യേണ്ടി വരും. പക്ഷേ പ്രൈവറ്റ് സ്കൂളിൽ അടുത്ത്, പിന്നെ പ്രൈവറ്റ് സ്കൂളിലാകുമ്പോൾ ഒരു 5 കിലോമീറ്റർ ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ. അല്ല, അപ്പോൾ വിദ്യാഭ്യാസ അവകാശ നിയമമൊക്കെ രാജ്യത്ത് വന്നത് നിങ്ങൾ അറിഞ്ഞില്ലേ? അതായത് നിങ്ങളുടെ കുട്ടികൾക്ക് അവരുടെ വീടിന് 5 കിലോമീറ്റർ ചുറ്റളവിൽ സ്കൂൾ വേണമെന്ന് നിയമമുണ്ടല്ലോ. അപ്പോൾ നിങ്ങൾക്ക് അവിടെ സ്കൂളില്ലെങ്കിൽ നിങ്ങൾക്ക് പരാതി കൊടുക്കാമല്ലോ, സ്കൂൾ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ പരാതി കൊടുത്തിരുന്നെങ്കിൽ നിങ്ങൾക്ക് 25 കിലോമീറ്റർ വന്നില്ലെങ്കിലും ഒരു പരാതി കൊടുക്കാൻ എത്ര 5 രൂപയുടെ ചെലവല്ലോ, മതിയല്ലോ. ഒരു നിയമം പ്രാബല്യത്തിൽ വന്നു, ഒരാൾ പരാതി കൊടുത്താൽ മതിയല്ലോ. അതിനെക്കുറിച്ച് എനിക്ക് ഇല്ല. അപ്പം പ്രൈവറ്റ് സ്കൂളിൽ ആണോ ഗവൺമെന്റ് സ്കൂളാണോ നല്ലത് നിങ്ങൾ പഠിച്ചത്? രണ്ട് സ്കൂളുകൾ എനിക്ക് ബെറ്റർ ആയിട്ട് തോന്നി. കാരണം പഠിക്കാൻ ഏത് സ്കൂളായാലും ഒരുപോലെ പഠിക്കാൻ താല്പര്യമുണ്ട്, ഏത് സ്കൂളും ഒരേപോലെ. പ്രൈവറ്റ് സ്കൂളിൽ സാറുമാർക്ക് ഡിഗ്രി ഒക്കെ കറക്റ്റ് ആയിട്ട് ഉണ്ടായിരുന്നോ? നോക്കിയായിരുന്നു? അതെങ്ങനെയല്ല അറിയാൻ പറ്റുമോ? അത് അവര് കറക്റ്റ് ഡിഗ്രി ഒക്കെ ഉണ്ടായിരുന്നു, B.Ed ഒക്കെ എടുത്ത് കംപ്ലീറ്റ് ചെയ്ത ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് കറക്റ്റ് ഡിഗ്രി ഒക്കെ കാര്യങ്ങളാണ്. അതെങ്ങനെയാണ് ഉറപ്പ് വരുത്തുന്നത്? നമുക്ക് ഉറപ്പ് വരുത്താൻ എന്തെങ്കിലും മാർഗമുണ്ടോ? ഇപ്പം നമ്മളെ പഠിപ്പിക്കുന്ന സാറ് ശരിക്കും ഡിഗ്രി പാസ്സായതാണോ, B.Ed ഉള്ളതാണോ? അങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് നമ്മളുടെ ഡയറിക്കകത്ത് ഇന്ന പോലെ അവരുടെ ഓരോ പേരും അവരുടെ ക്വാളിഫിക്കേഷനും ഉണ്ട്. സർക്കാർ സ്കൂളിൽ അങ്ങനെ എന്തെങ്കിലും കാണാൻ പറ്റുമോ? സർക്കാർ സ്കൂളിൽ കാണാൻ പറ്റും. അങ്ങനെ ഉണ്ട്, നമുക്ക് ക്വാളിഫിക്കേഷൻ അറിയാൻ പറ്റും. ഓക്കെ, അപ്പോൾ താങ്ക് യു.